ഞാൻ CPM-ൻ്റെ കാര്യം ആലോചിക്കുകയാണ്. ഈ പാർട്ടി ചെന്നെത്തുന്ന പതനം ഇപ്പോൾ സമീപകാലത്തായിരുന്നു മഹാരാഷ്ട്രയിൽ DYFIക്കാർ അവരുടെ ബോർഡുകളിൽ മറാഠാ വീരനായ ഹിന്ദു ഹൃദയ സമ്രാട്ട് ശിവാജി മഹാരാജാൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടുള്ള DYFIയുടെ ക്യാമ്പയിൻ. ഇപ്പോൾ കേരളത്തിൽ അത് പറ്റില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ DYFIക്കാർക്ക് അത് അംഗീകരിക്കാതെ പറ്റില്ല. ഇനിയിപ്പോൾ എൻ്റെ സംശയം ഇൻകുലാബ് സിന്ദാബാദിന് പകരം DYFIക്കാർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമെന്നാണ്. അല്ല, ഇത് പിണറായി വിജയൻ ഇപ്പോൾ ഈ കേരളത്തിലെ 5 ജില്ലകളിലാണല്ലോ അദ്ദേഹം CAA നടപ്പാക്കാതിരിക്കാൻ പോകുന്നത്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം. CAA നടപ്പാക്കില്ല എന്ന് പറയുന്നത് യോഗം നടത്തുന്ന പോലും 5 ജില്ലകളിലേ ഉള്ളൂ. പത്തനംതിട്ടയിലും കോട്ടയത്തും എറണാകുളത്തും എന്തുകൊണ്ടാണോ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരവും റാലിയും നടപ്പാക്കുന്നത് കേന്ദ്രമാണ്. എന്നാലും ചുമ്മാ ഈ മുസ്ലിങ്ങളെ പറ്റിക്കണ്ടേ, അതിനുവേണ്ടി മുസ്ലിം പോപ്പുലേഷനുള്ള ജില്ലകളിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ആ മീറ്റിങ്ങിൽ ഇന്നലെയല്ല ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഈ നമ്മുടെ ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം അസിമുള്ള ഖാൻ എന്ന് പറയുന്ന ആൾ ആണ് ആദ്യം വിളിച്ചത്. അതുകൊണ്ട് ചിലപ്പോൾ BJP അത് പാടില്ല എന്ന് പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാർട്ടി CPM ഏറ്റെടുക്കുമല്ലോ ഭാരത് മാതാ കി ജയ് എന്നുള്ളത്. അതെ. പക്ഷേ പിണറായിക്ക് നാണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. കാരണം എന്താണെന്നറിയോ രാമേന്ദ്രൻ സാറേ, ഈ CPM-ൻ്റെ ഏതെങ്കിലും യോഗത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് ഇവർ വിളിക്കാറുണ്ടോ? ഭാരത് മാതാവിന്റെ ചിത്രം വെക്കാറില്ല. എന്നിട്ട് പറയാണ് അസിമുള്ള ഖാൻ എഴുതിയത് കൊണ്ട് ഇനി BJP-ക്കാർ ഭാരത് മാതാ കി ജയ് ഒഴിവാക്കുമെന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ തമാശയാണ്. അസിമുള്ള ഖാൻ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്താ എന്നോട് ചോദിക്കാത്തത്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സാറ് ഞെട്ടിക്കാനിരിക്കുകയാണോ? അസിമുള്ള ഖാൻ പറഞ്ഞ ഒരു വാചകം പറയട്ടെ, ഉർദു. മാധ്രേ വദൻ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ്. ഭാരത് മാതാ കി ജയ് എന്നെവിടെ? മാധ്രേ വദൻ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് ഉറുദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? അതിപ്പോ മാതാവിൻ്റെ മുഖമുള്ള അമ്മയുടെ മുഖമുള്ള ഹിന്ദുസ്ഥാനം ജയിക്കട്ടെ സിന്ദാബാദ് എന്നാണ്. അത് പരിഭാഷ ചെയ്താലും അത്രേ കിട്ടുള്ളൂ. ഇൻകുലാബ് സിന്ദാബാദും ഉറുദു ആണല്ലോ. അതെ, അത് ഹസ്രത്ത് മൊഹാനി ഉണ്ടാക്കിയതാണ്. അദ്ദേഹം മുസ്ലിം ലീഗിലായിരുന്നിട്ട് പിന്നെ പാർട്ടിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ പിണറായി പറയണത്? അത് ഈ പിണറായി ഇടക്കിടക്ക് KT ജലീൽ വഴിതെറ്റിക്കുമല്ലോ. KT ജലീലും മാപ്പിളകളെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ PhD തീസിസ്. അത് DC ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. മുഴുവൻ മണ്ടത്തര. മഹാനാണെന്നുള്ള പിന്നെ ഒരുപാട് ഭാഗം പകർത്തിയെഴുത്താണെന്നും ഒക്കെ. അത് പിന്നെ സുനിൽ പീളയെടുത്തിൻ്റെ ഒക്കെ പശ്ചാത്തലമൊക്കെ കിടക്കുന്നതുകൊണ്ടേ. അല്ല, വളരെ സീരിയസ്ലി ഇത് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. നമ്മൾ ഇത്തിരി തമാശയാണ് പറഞ്ഞത്. പക്ഷേ സാർ, ഇതൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ് അസിമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം ആദ്യം പിടിച്ചത്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിനായ അന്തം കമ്മികൾ ഇവരുടെ പാർട്ടിക്കാർ ഇത് ഏറ്റുപിടിക്കും. ഇത് ചരിത്രമാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ഇനി ഏത് പശ്ചാത്തലത്തിൽ അസീമുള്ള ഖാൻ ആരാന്ന് പറയണ്ടേ? ഏത് പശ്ചാത്തലത്തിലാണ് അത് പറഞ്ഞത്? അസീമുള്ള ഖാൻ എന്ന് പറയുന്നത് 29 കൊല്ലം മാത്രം ജീവിച്ച ഈ മറാത്ത പേഷ്വ നാനാ സാഹിബിന്റെ ദിവാനായിരുന്നു. 29 വയസ്സിൽ മരിച്ചു. 29. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇത് 1857 സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന സംഗതി ആ പശ്ചാത്തലത്തിലാണ് ഇത്. അപ്പോൾ ഈ അസീമുള്ള ഖാൻ നാനാ സാഹിബിൻ്റെ ദിവാൻ ആകുന്ന എന്താന്ന് വെച്ചാൽ അങ്ങേർക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചും അറിയാമായിരുന്നു. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, 29 വയസ്സിൽ ഒരാൾ ദിവാനായി എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു പേഷ്വായുടെ ദിവാനായി എന്ന് പറയുമ്പോൾ അസാമാന്യ പ്രതിഭയുള്ള ആളായിരിക്കണം. അക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സർദാർ KM പണിക്കരൊക്കെ പലയിടത്തും ദിവാനായിരുന്നു, ഓർക്കുന്നില്ലേ? കശ്മീരിലാണ് തുടങ്ങിയത്, പിന്നെ ബിക്കാനീറിലൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഈ ICS കഴിഞ്ഞ് വരുന്ന ആളുകളെയൊക്കെ ഏതാണ്ട് ഈ പൊസിഷനിലൊക്കെ അന്ന് നാട്ടുരാജ്യങ്ങൾ നിയമിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ അരബിന്ദോ ബറോഡയിലും ഒക്കെ ICS കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എത്ര 24-25 വയസ്സല്ലേ ആ സമയത്തൊക്കെ ഇതതുപോലും അല്ല കേസ്. ഇത് കേസ് എന്താന്ന് വെച്ചാൽ 1837 ഉണ്ടായ വലിയ ക്ഷാമത്തിൽ ഇയാളും അമ്മയും കൂടി ഒരു അനാഥരായി, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ക്ഷാമം, പട്ടിണി. അങ്ങനെ ഇവരൊരു മിഷൻ, ക്രിസ്തീയ മിഷനിൽ പോയി അവർ കഴിയേണ്ടി വന്നു. അസിമുള്ള ഖാനും അമ്മയും. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി ഈ ക്ഷാമകാലത്ത്.
അങ്ങനെ കാൺപൂരിലെ മിഷനിൽ നിന്നാണ് ഈ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ പഠിക്കുന്നത്. മിഷണറി പ്രവർത്തനത്തിൻ്റെ സഹായം തേടി. സഹായം, അതെ, അവരാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ നാനാ സാഹബ് 1857 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വീരനാണല്ലോ, നായകനുമൊക്കെ. ഈ സവർക്കർ ആണല്ലോ ആദ്യമായിട്ട് ഇതിനെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. മറ്റൊരു ശിപായി ലഹള എന്ന് വിളിച്ചിരുന്നു. ഈ സവർക്കറുടെ പുസ്തകത്തിലാണ് ഈ അസീമുള്ള ഖാൻ്റെ ഒരു ചിത്രം ഉള്ളത്. അസീമുള്ള ഖാൻ 1830 ആണ് ജനിച്ചത്. അപ്പോൾ ഇയാള് പിന്നെ ഈ നാനാ സാഹിബിന് ഒരു പെൻഷൻ പ്രശ്നം വന്നിരുന്നു ബ്രിട്ടനുമായിട്ട്. പെൻഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ അത് വാദിക്കാനൊക്കെ ആയിട്ട് ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ അസീമുള്ള ഖാൻ ശരിക്കും നോക്കുമ്പോൾ ഒരു വല്ലാത്ത കഥാപാത്രം തന്നെയാണ്. അവിടെ പോയിട്ട് ജോൺ സ്റ്റുവർട്ട് മില്ലിനെ കാണുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബ്രിട്ടീഷ് ഫിലോസഫേഴ്സിൽ ഒരാളാണ് ജോൺ സ്റ്റുവർട്ട് മില്ല്. ഇങ്ങനെ ലൂസി ലേഡി ഡഫ് ഗോർഡൻ എന്ന് പറഞ്ഞ വലിയൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ചാൾസ് ഡിക്കൻസ്, കാർലൈല്, ടെന്നിസൺ കവി, ബ്രൗണിങ് കവി, വില്യം മേക്പീസ് താക്കറെ ചരിത്ര നോവൽ എഴുതുന്ന ആള്, ഇങ്ങനത്തെ ആളുകളൊക്കെ കാണുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ ദൗത്യം പരാജയപ്പെട്ടു, ഈ പെൻഷനൊന്നും. അത് കഴിഞ്ഞ് തിരിച്ച് ഒരു ഫ്രഞ്ച് പ്രിൻറ്റിംഗ് പ്രസ് ആയിട്ടാണ് വരുന്നത് ഇവിടെ. എന്നിട്ട് പിന്നെ ബ്രിട്ടനെതിരെ ഒരു നമ്മളിങ്ങനെ നിന്നാൽ പോരാ, കലാപം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നാനാ സാഹിബിനെ പ്രേരിപ്പിക്കുകയാണ് 1857. ഇദ്ദേഹത്തിൻ്റെ മരണം കോൺസ്റ്റാന്റിനോപ്പിളിൽ കൊല്ലപ്പെടുകയായിരുന്നു എന്നും അതെല്ലാവരും അസുഖം വന്നിട്ടാണെന്നും. അസീമുള്ള ഖാനോ? അത് ശരി. ആ ഭാഗം കുറച്ച് വ്യക്തമല്ല, മിസ്റ്റീരിയസ് ആണ്. കാരണം എങ്ങനെ മരിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ് പശ്ചാത്തലം 1857. പക്ഷെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതരേ വദൻ ഹിന്ദുസ്ഥാൻ എന്ന് അദ്ദേഹം പറഞ്ഞ പശ്ചാത്തലം എന്താ? അത് ഈ മറ്റേ കലാപത്തിലേക്ക് ഹിന്ദുക്കളും മറ്റേ മുസ്ലിങ്ങളും ചേർന്നിട്ടാണല്ലോ. ബഹദൂർ ഷാ സഫറിനെ അല്ലേ പിന്നീട് ചക്രവർത്തിയായിട്ടൊക്കെ വെക്കുന്നത്, ഈ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾ. ഏറ്റവും ദുർബലനായ ചക്രവർത്തി. അതെ, ഏറ്റവും അവസാനത്തെ. അപ്പോൾ ആ മറ്റേ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നമ്മുടെ മാതൃരാജ്യമാണ് എന്നുള്ള മട്ടിൽ പറയുന്നത്. സാധാരണഗതിയിൽ ഒരു മുസ്ലിം ഭാരതമാത എന്നൊന്നും പറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വന്ദേ മാതരം ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഈ 19ാം നൂറ്റാണ്ടിലാണ് ഭാരതാംബ എന്നൊട്ടൊരു കൺസെപ്റ്റ് ഉണ്ടായത്. അപ്പോൾ ഭാരതമാത, അതെ, ഭാരതമാത ഇന്നുണ്ടായിട്ട് വേണമല്ലോ ഭാരതമാതാക്ക് ജയ്. അപ്പൊ ഭാരതമാത എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാ ഉണ്ടായി വരുന്നത്? അപ്പൊ ഭാരതമാത എന്നുള്ളത് ബംഗാളില് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത്. അത് ഉണ്ടാകാനുള്ള ഒരു കാര്യം 1873 കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ ഭാരത് മാത എന്നൊരു നാടകം എഴുതി. അങ്ങനെയാണ് ഭാരത് മാത, ഭാരതത്തെ ഒരു മാതാവായി കാണുന്ന ആശയം ഉണ്ടാവുന്നത് ആ നാടകത്തിലാണെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതായത് അസീമുള്ള ഖാന്റെ മരണത്തിന് ശേഷം, അതെ, 10-20 കൊല്ലത്തിന് ശേഷം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ 1770 ബംഗാൾ ക്ഷാമമാണ് നാടകത്തിൻ്റെ വിഷയം. അപ്പോൾ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയും ഭർത്താവും കൂടി പലായനം ചെയ്ത് കാട്ടിപ്പോവാണ് ഈ ക്ഷാമം കാരണം. അവിടെ വെച്ച് അക്രമികൾ അവരെ ആക്രമിക്കുന്നു. ഒരു പുരോഹിതൻ അവരെ ഏറ്റെടുത്ത് കൊണ്ടുപോവാണ്. ആ പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഹിന്ദു പുരോഹിതൻ, പൂജാരി. എന്നിട്ട് ഞാനൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭാരതമാതാവാണ്. അങ്ങനെയാണ് ആ നാടകം അവസാനിക്കുന്നത്. അപ്പോൾ ഭാരതമാതാവിനെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതായിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. ഭാരതമാതാവിന് ഇന്ത്യയിൽ ക്ഷേത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 1936 വാരാണസിയിൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടല്ലേ ഭാരതമാതാവിൻ്റെ വിഗ്രഹമുള്ളത്. അത് പണ്ഡിറ്റ് ശിവപ്രസാദ് ഗുപ്ത, ദുർഗാപ്രസാദ് ഖത്രി
അദ്ദേഹം ഈ ക്രൈം നോവലുകളൊക്കെ എഴുതുന്ന ആള്. വെളുത്ത ചെകുത്താൻ, ചുവന്ന കൈപ്പത്തി, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ അതെ, അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ തപ്പിപ്പിടിച്ച് വായിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്തെ വലിയ ദുർഗാപ്രസാദ് ഖത്രി. അതെ, അവർ രണ്ടുപേരും കൂടിയാണ് അത് ബിൽഡ് ചെയ്യുന്നത്, ഫിനാൻസ് ചെയ്യുന്നതും ഒക്കെ, ഈ ഭാരതമാതാ ക്ഷേത്രം. അപ്പൊ ആ നാടകത്തിൽ നിന്നും കൂടി അതിനൊരു ആശയം വന്ന് കാണണമല്ലോ. ഇത് ഈ ഭാരതമാതാ എന്നുള്ള സംഭവം, അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനമൊക്കെ കോൺഗ്രസിൻ്റെ യോഹിയും ഇതുണ്ടാക്കുന്നത് ഇതൊക്കെ ബംഗാളിലാണല്ലോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൽക്കട്ടയായിരുന്നു, ഡൽഹി അല്ല. അതെ അതെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം. ആദ്യത്തെ കോളേജും ഒക്കെ വരുന്നത് അവിടെയാണല്ലോ. 1905 ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ വിഭജിച്ചല്ലോ. ഞാനിപ്പോൾ ഓർക്കുവാണേ, അങ്ങനെ ഒരു വലിയ സംസ്കാര ദേശീയ പാരമ്പര്യമുള്ള ബംഗാളിന്റെ ഇന്നത്തെ അവസ്ഥ പെട്ടെന്ന് ഓർത്തു പോയി. കഷ്ടമാണ്. സാറ് തിരിച്ചു വരും, സബ്ജക്റ്റിലേക്ക് വരും. 1905 ബംഗാൾ വിഭജനം നടക്കുമ്പോൾ സുരേന്ദ്രനാഥ് ബാനർജി ഈ ആശയം ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോയി. വളരെ പോപ്പുലറായി ഈ ഭാരതമാത എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്. അതിന് ഒരു വർഷം മുമ്പ് 1904 നമ്മളിപ്പോൾ ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ട്, 4 കൈയുള്ളത്. അത് വരയ്ക്കുന്നത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്, നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കുടുംബത്തിലുള്ള. ആ ആദ്യത്തെ ചിത്രം ഇപ്പം കാണുന്നതിനേക്കാളൊക്കെ വൃത്തിയുള്ളതാണ് കേട്ടോ. അത് നമുക്ക് കൽക്കട്ട വിക്ടോറിയ മെമ്മോറിയൽ മ്യൂസിയത്തിൽ കാണാം. അത്യാവശ്യം ഒരു കാവ്യ പശ്ചാത്തലമുള്ള ചിത്രമാണത്. 4 കൈയുള്ള ഭാരതമാതാവ്, നല്ല സുന്ദരിയൊക്കെ ആയിട്ടുള്ളൊരു ചിത്രം. അങ്ങനൊരു ചിത്രം വന്നിട്ട് പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഒരു മാപ്പ്, ഭൂപടം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഉണ്ടാവുന്നുണ്ട്. ഈ ഭൂപടം കൂടി വെച്ചിട്ട്, ഭൂപടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം വിജയ എന്ന് പറഞ്ഞ മാസികയിൽ സുബ്രഹ്മണ്യ ഭാരതി 1909 അച്ചടിക്കുന്നുണ്ട് കവറായിട്ട്. അപ്പോൾ മാത്രമല്ല, പിന്നീട് സുബ്രഹ്മണ്യ ഭാരതി പറയുന്നുണ്ട്, ഈ സിസ്റ്റർ നിവേദിതയൊക്കെ കാണാൻ പോയപ്പോഴേ ഭാരതമാതാവിൻ്റെ ഒരു ദർശനമുണ്ടായി എന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി വലിയ കവിയാണല്ലോ. ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ പറ്റി, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കൊച്ചുമകനൊക്കെ ആയിട്ട് വരുന്ന ഗീവർഗീസ് ജോസഫ് എഴുതിയൊരു ഇംഗ്ലീഷ് പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ബാരിസ്റ്റർ ജോർജ് ജോസഫിൻ്റെ മധുരയിലെ വീടിൻ്റെ വരാന്തയിലൊക്കെ സുബ്രഹ്മണ്യ ഭാരതി കഴിഞ്ഞിരുന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ വിടുതലൈ വിടുതലൈ എന്ന് പറഞ്ഞാൽ ആ മാർച്ചിങ് സോങ് എഴുതുന്നതൊക്കെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മലയാളി ബന്ധം അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ 1936 ഈ വാരാണസിയിൽ ഗാന്ധി തുറന്ന ഭാരതാംബ ക്ഷേത്രത്തിൽ വലിയ ഹിന്ദി കവി മൈഥിലി ശരൺ ഗുപ്തയുടെ ഒരു കവിത എഴുതി വച്ചിട്ടുണ്ട്. മാനുഷി മാസികയിൽ 19ാം പുരാണം എന്ന് പറഞ്ഞിട്ട് 1866 ഭൂദേവ് മുഖോപാധ്യായ എന്ന് പറഞ്ഞൊരാളും ഈ ഭാരതമാതാവിനെ പറ്റിയിട്ട് എഴുതിയിരുന്നു. ഇതൊക്കെയാണ്. അതെ, ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്, വീണ്ടും ഒരിക്കൽ കൂടി പറയാം, ഈ അസീമുള്ള ഖാൻ മരിച്ചതിന് ശേഷമാണ് ഭാരതമാത എന്ന ആശയം പോലും ഉണ്ടാവുന്നത്. പിന്നെ എങ്ങനെയാണ് ഭാരത് മാതാ കി ജയ് എന്നുണ്ടാവുന്നത്? അതെ, അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞല്ലോ, അത് ഡിസ്പ്യൂട്ട് ചെയ്യട്ടെ ആരെങ്കിലും. അതിപ്പോൾ ശരിക്കും ഈ അസീമുള്ള ഖാൻ എന്നുള്ള പേരെടുത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പിണറായി വിജയൻ നടത്തുന്ന CAA വിരുദ്ധ ജാഥയിൽ ഇത് പറയുക വഴി മുസ്ലിം മതവികാരം ഒന്ന് കുത്തിയിളക്കാനുള്ള ശ്രമമല്ലേ? എന്ന് മാത്രമല്ല, ഈ ഹിന്ദുത്വയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി അത് അവരല്ല ചെയ്തിട്ടുള്ളത്, മുസ്ലിങ്ങളാണ്. ഭാരത് മാതാ എന്നുള്ള സങ്കല്പം പോലും കൊണ്ടുവന്നത് അസീമുള്ള ഖാനാണ്. പക്ഷെ ചരിത്രം എന്താണ്? ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ 1882 വരുന്നത്. അപ്പോഴും ഭാരതം ഒരു മാതാവാവുന്നുണ്ട് വന്ദേ മാതരം എന്ന് പറയുമ്പോൾ. ഈ വന്ദേ മാതരത്തിന്റെ ചരിത്രം എന്താ സുനില്ലേ? ടാഗോർ അത് മറ്റേ 1896 സെഷനിൽ പാടുന്നുണ്ട്, ടാഗോർ തന്നെ, കോൺഗ്രസിന്റെ. പക്ഷെ ആദ്യത്തെ 2 സ്റ്റാൻസിയെ വന്ദേ മാതരം, ബാക്കി മുഴുവൻ ദുർഗയെ കുറിച്ചാണ്. അത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അവർ മനുഷ്യരൂപങ്ങളിൽ രാജ്യത്തെ ഒന്നും കാണാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹു പിന്നെ മറ്റേ രൂപമൊന്നും
നബിയുടെ രൂപം വരയ്ക്കാറില്ലല്ലോ. ഒരു നബിയുടെ രൂപം വരച്ചാലൊക്കെ വലിയ പ്രശ്നം വരില്ലേ? ഭാഷാഭൂഷണിയിൽ ഭാസ്കരൻ ഒരിക്കൽ നബിയെ വരച്ചിട്ട് മാപ്പ് പറഞ്ഞില്ലേ മനോരമ 1-ാം പേജില്. അപ്പം ഈ രൂപങ്ങൾ ദൈവങ്ങളായിട്ടോ മറ്റൊന്നും വരയ്ക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി ഭാഗം ദുർഗ എന്നുള്ളത്. അപ്പം ഈ ഭാരതത്തെ മാതാവായി കാണുന്ന പരിപാടി ഇസ്ലാമിൽ ഇല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വന്ദേ മാതരം. എന്നിട്ട് പിണറായി ഈ പച്ചക്കള്ള ആസിമുള്ള ഖാന്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങളെ വിളിച്ചു കൂട്ടുന്ന CAA വിരുദ്ധ പ്രക്ഷോഭം എന്ന പേരിൽ നടക്കുന്ന വർഗീയ പ്രീണന യോഗത്തിൽ പച്ചക്കള്ളം പറയുക. നമ്മളൊരു ചരിത്രം പറയുമ്പോൾ ഇതിന്റെ റെഫറൻസ് എവിടെയാന്ന് പറയണ്ട. പക്ഷെ ഞാനിത് പിണറായി കുറ്റം പറയില്ല. പിണറായിക്ക് ഇതൊന്നും അറിയില്ല. ആരോ എഴുതി കൊടുത്തു അദ്ദേഹം വിശ്വസിച്ച് പറയുന്നു. ഇദ്ദേഹത്തെ കുഴിയിലേക്ക് ചാടിക്കുന്ന ചുറ്റും നിൽക്കുന്ന ജിഹാദികളായ അവതാരങ്ങൾ പാടില്ല. അതെ കുറേ ആളുകളുണ്ട്. അവരിങ്ങനെ പച്ചക്കള്ളമൊക്കെ ചരിത്രബന്ധമില്ലാത്ത ക്രോണോളജിക്കലി തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് പാവം പിണറായിയെ ഇങ്ങനെ കുഴി ചാടിക്കുക. പക്ഷേ വേറെ കാര്യമുണ്ട്. പിണറായിക്കൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പകൽ സമയത്താണ്. പിണറായി പറയാണ് ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ അതേ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് സൈബർ പോരാളികളും അന്തം ടീംസും ഉള്ളതുകൊണ്ട് പിണറായിക്ക് എന്ത് കള്ളവും പറയാം. അതെ, അത് പണ്ട് സീതി ഹാജിയെ പറ്റിയൊരു കഥയുണ്ട്. ഈ സീതി ഹാജി നിയമസഭ അവിടെയൊക്കെ എപ്പോ ഒരു മാർക്സിസ്റ്റിനെ കണ്ടാലും ഗുഡ് നൈറ്റ് എന്ന് പറയുമായിരുന്നു. രാവിലെ കണ്ടാലും ഉച്ചയ്ക്ക് കണ്ടാലും ഒക്കെ ഗുഡ് നൈറ്റ് എന്ന് പറയും. ഇതെന്താ ഹാജി ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നേരം വെളുക്കാത്തവരോട് ഞാൻ എന്ത് പറയും. ഞാനും കേട്ടിട്ടുണ്ട്. കാരണം എപ്പോൾ ഇതുവരെ നേരം വെളുത്തിട്ടില്ല, അതുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാതെ. അപ്പോൾ പിണറായി വിജയന് നമുക്കൊരു ഗുഡ് നൈറ്റ് പറയാം. ഭാരത് മാതാ കി ജയ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.